ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഹുൽ നായരുടെ സത്യഭാമ പപ്പിമോൾക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ രാഹുൽ നായർ പറഞ്ഞു, ഭാമേ, എന്നാൽ ഉടനെ തന്നെ നീ ശാലിനിയെ ഫോണിൽ വിളിക്ക്, ശാലിനിയെ വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞതും സത്യഭാമ മറ്റെല്ലാം മറന്ന് ശാലിനിയെ വിളിക്കാൻ തയ്യാറാകുന്നു. ഫോൺ എടുത്ത് ശാലിനിയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ കാറ് വീട്ടുപുരത്തേക്ക് വന്നു നിന്നു. ശാലിനി കാറിൽ നിന്നിറങ്ങുന്ന സമയത്ത് സത്യഭാമയുടെ ഫോൺ കോൾ കണ്ട് ശാലിനി വേഗം കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തുകൊണ്ട് ശാലിനി കാറിൽ നിന്നിറങ്ങുകയും ഹലോ ഹലോ സത്യാമ്മേ എന്ന് പറഞ്ഞ് ശാലിനി സംസാരിച്ചു. അപ്പോഴേക്കും സത്യഭാമ ഒന്നും മിണ്ടാതെ ശാലിനിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു സത്യാമ്മേ എന്ന് പറയുമ്പോഴും സത്യഭാമ ഒന്നും മിണ്ടാതെ നിന്നു. ഇതിനിടയിൽ ശാലിനി ഇറങ്ങി വരാനായി പറയുന്നത് ആരോടാണെന്ന് അതിശയത്തോടെ നോക്കുമ്പോൾ കാറിൽ നിന്ന് പപ്പിമോൾ പുറത്തേക്ക് ഇറങ്ങി. പപ്പിമോളെ കണ്ടതും ഉടനെ തന്നെ സത്യഭാമ വളരെ സന്തോഷവതിയാകുന്നു. ശാലിനി എന്താ കാര്യം എന്നറിയാതെ സത്യാമ്മയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പിമോളെ കണ്ട സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ആ സമയത്ത് പപ്പിമോള് ബാഗുമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു, പറഞ്ഞു സത്യാമ്മേ. ഫോണിലൂടെ ശാലിനി അങ്ങനെ പറയുന്നത് കേട്ട് സത്യഭാമ വേഗം തന്നെ കോള് കട്ട് ചെയ്തു. സത്യഭാമ ഒന്നും മിണ്ടാതെ കോള് കട്ട് ചെയ്ത് കളഞ്ഞതോടെ ശാലിനിയെ പപ്പിമോളുമായിട്ട് അരികിലേക്ക് പോന്നു. ഇതിനിടയിൽ പപ്പിമോളെ പിടിച്ചു നിർത്തിയിട്ട് ശാലിനി പറഞ്ഞു, മോളെ, ആൻറ്റി പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉണ്ടെന്ന് പപ്പി തല കുലുക്കിയതും ശാലിനി പപ്പിയുടെ ബാഗ് വാങ്ങിച്ചിട്ട് സത്യാമ്മയുടെ അരികിലേക്ക് പപ്പിയെ പറഞ്ഞേക്കുന്നു. പപ്പിയെ പതുക്കെ സത്യഭാമയുടെ അരികിലേക്ക് ചെന്നതും സത്യഭാമ പപ്പിയോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോയതാ? സ്കൂളിൽ പോവാന്ന് പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോയത് എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ പോയതാ സത്യാമ്മ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ദേഷ്യപ്പെട്ടു. സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞ് നീ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ പോയെന്നോ എന്ന് ചോദിച്ചതും കുഞ്ഞു പറഞ്ഞു, അത് എൻ്റെ അമ്മയ്ക്ക് വേഗം രോഗം ഭേദമാകാൻ വേണ്ടിയാ സത്യാമ്മേ. അമ്മയുടെ അസുഖം മാറി അമ്മ എൻ്റെ കൂടെ കളിക്കാനും എന്നെ മോളെ എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ വരാനും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഭജന ഇരിക്കാൻ പോയതാ സത്യാമ്മേ. ക്ഷേത്രത്തിൽ പോയത്. കുട്ടികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഭജന ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുവാന്ന് ഇതാ ഈ പിള്ളേങ്ങളാ രമണ്ണങ്ങളാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പോയി പ്രാർത്ഥിക്കാൻ പോയത്, ഭജന ഇരുന്നെന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ അവിടെ നിന്ന് രമണൻപിള്ള പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞെന്നോ എന്ന് ചോദിച്ച് ഞെട്ടിത്തിരിച്ചങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമ ഡി പപ്പി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വഴക്ക് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ശാലിനി സത്യാമ്മയുടെ അരികിലേക്ക് എത്തി. പപ്പിയെ പിടിച്ചിട്ട് പറഞ്ഞു, സത്യാമ്മേ, ഞാൻ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവളോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സത്യഭാമ മോളെ വഴക്ക് പറയുന്നതിൽ നിന്ന് ശാലിനി തടഞ്ഞു. മോള് അകത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞ് പപ്പി മോളെ അകത്തേക്ക് പറഞ്ഞയച്ചു. പപ്പി മോള് അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ശാലിനിയെ സത്യഭാമയെ നോക്കി. എന്നിട്ട് സത്യഭാമയോട് ശാലിനി പറഞ്ഞു, മോള് ക്ഷേത്രത്തിലായിരുന്നു. ഓഫീസിൽ ഉള്ള എൻ്റെ ഒരു ടീം അത് കുട്ടികളുടെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ലൈൻ്റെ ആളുകളിൽ ഒരാൾ ക്ഷേത്രത്തിൽ ഒരു സ്കൂൾ യൂണിഫോം ധരിച്ചൊരു കുട്ടി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ കണ്ടതിന് പ്രകാരം അവർ ഉടനെ തന്നെ വിവരം അവിടെ ഓഫീസിലേക്ക് അറിയിച്ചു. എൻ്റെ സ്റ്റാഫുകളിൽ ഒരാളാണ് പത്മോളെ തിരിച്ചറിഞ്ഞത്. ഉടനെ തന്നെ അയാൾ എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ പിന്നെ പോലീസിലും മറ്റും വിവരം അറിയിക്കാതെ ഇത് കൂടുതൽ പ്രശ്നമാക്കാതിരിക്കാനായി ഞാൻ നേരിട്ട് ചെന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകുന്നെന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സത്യഭാമ തനിക്ക് ഒരല്പം ജാള്യതയോടെ സത്യഭാമ രാഘവൻ നായരെ നോക്കി. രാഘവൻ നായർ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശാലിനി പോകാൻ തുടങ്ങിയ സമയത്ത് സത്യഭാമയോട് ചോദിച്ചു, അല്ല, സത്യാമ്മ എന്തിനാ എന്നെ വിളിച്ചപ്പോ എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാമ വലിയ ഗൗരവത്തിൽ പറഞ്ഞു, അതെ, നീ ഇപ്പോൾ ഇവിടെ താമസം ആരംഭിച്ചല്ലോ, അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് ഈ വീട്ടിലുള്ളവർ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണം, അതുകൊണ്ട് വിളിച്ചതാ എന്ന് സത്യഭാമ കളവ് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ശരി, ഇനി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശാലിനി വേഗം അകത്തേക്ക് കയറി പോകുന്നു. ശാലിനി പോയി കഴിയുമ്പോഴേക്കും സത്യഭാമ വലിയ ഗൗരവത്തിൽ അങ്ങനെ നിൽക്കുന്ന നേരത്ത് രാഘവൻ നായർ പറഞ്ഞു, ഓഹോ, ഭാമയെ നോക്കി രാഘവൻ നായർ ചിരിക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു, എന്താ എന്താ രാഘവേട്ടാ? അല്ല, ഞാനൊരു ജന്തുവിനെ കുറിച്ച് ഓർത്തതാണ്. സത്യത്തിലേ അത്തരം ജന്തുക്കളുടെ കാര്യമാണ് ഇപ്പൊ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞത്. എന്ത് ജീവിയെ കുറിച്ചാ എന്ന് ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അല്ല, ഏതോ ഒരു ജീവിയുടെ വാല് 12 കൊല്ലം അത് കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ജീവിക്ക് നന്ദിയുണ്ട്, നിനക്കാണെ അതുമില്ല എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറയുന്നു. അത് കേട്ട് പിള്ളാച്ചനും പൊന്നിയോടെ നിൽക്കുന്നതുകൊണ്ട് രാഘവൻ നായർ അങ്ങനെ പറഞ്ഞൊരകത്തേക്ക് പോകുന്നു. സത്യഭാമ ആകെ നാണക്കേടോടെ അവിടെ നിന്ന് കേട്ടുനിന്ന പിള്ളാച്ചനെ നോക്കി. എന്താടോ എന്ന് ചോദിച്ചതും ഏയ് ഒന്നുമില്ല സത്യാമ്മേ എന്ന് പറഞ്ഞ് പിള്ളാച്ചൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും പൊന്നി അവിടെ നിൽക്കുന്നതുകൊണ്ട് പൊന്നിയോട് സത്യഭാമ ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടി? എനിക്കൊന്നുമില്ല സത്യാമ്മ എന്ന് പറഞ്ഞ് പൊന്നിയും അകത്തേക്ക് പോകുന്നു. പിന്നീട് രോഹിത് ശ്യാമയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി. ഉറക്കത്തിലായിരിക്കുന്ന ശ്യാമയ്ക്ക് പനിയോ മറ്റോ ഉണ്ടോ എന്ന് അങ്ങനെ നോക്കുമ്പോൾ
അകത്തേക്ക് ശാലിനി എത്തി. രോഹിത് എന്ന് വിളിച്ചതും ഉടനെ രോഹിത് ചോദിച്ചു, എന്താ ശാലിനി, പപ്പിമോള് എന്ന് പറഞ്ഞു മോള് വന്നിട്ടുണ്ട് എന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നു, ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ശാലിനി മറുപടി നൽകി. അപ്പോഴേക്കും ശാലിനിയുടെ ശബ്ദം കേട്ടതും ശ്യാമ കണ്ണു തുറന്നു. പുഞ്ചിരിയോടെ ശാലിനിയെ നോക്കുന്നത് കണ്ട് രോഹിത് പറഞ്ഞു, ശാലിനി പോയതിനു ശേഷം ആകെ മയക്കത്തിലായിരുന്നു ശ്യാമ. പിന്നെ പപ്പിമോളുടെ കാര്യം കേട്ടപ്പോൾ ഞാൻ അന്വേഷിച്ചിറങ്ങാതിരുന്നത് ശാലിനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ്. ശാലിനിക്ക് വിവരം കിട്ടുമെന്നും ശാലിനി അന്വേഷിച്ച് പോയത് കൊണ്ടും എനിക്ക് ഉറപ്പായിരുന്നു ശാലിനി മോളെ കൊണ്ടേ വരികയുള്ളൂ എന്ന്. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, അല്ല ശ്യാമയോട് മോളുടെ കാര്യം പറഞ്ഞോ? ഇല്ല, മോളെക്കുറിച്ച് ശ്യാമയ്ക്ക് ഒരു ഓർമ്മയും ഇല്ലല്ലോ. മോളുടെ കാര്യം മാത്രമല്ല എന്നെക്കുറിച്ചും ശ്യാമയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകിച്ച് ഞാൻ ശ്യാമയെ അറിയിച്ചില്ല എന്ന് ശാലിനിയോട് രോഹിത് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ശാലിനി പറഞ്ഞു, എന്തായാലും ഇനിയും മോളുടെ ഒരു ആശ്വാസം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയതല്ലേ. ആ പിഞ്ചു കുഞ്ഞിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ല രോഹിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്യാമ ഉടനെ തന്നെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ശാലിനി പറയുന്നു. പിന്നീട് ബാൽക്കണിയിൽ നിൽക്കുന്ന വിഷ്ണു ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മുഴുകുകയാണ്. ശാലിനിയോടൊപ്പമുള്ള തന്റെ സുന്ദരമായ നിമിഷങ്ങൾ ഓരോന്നും ആലോചിക്കുമ്പോൾ പപ്പിമോൾ അരികിലേക്ക് ഓടിയെത്തി. വിഷ്ണു അച്ഛാ എന്ന് വിളിച്ചതും പപ്പിമോളെ എടി നീയോ എന്ന് ചോദിച്ച് വിഷ്ണു വലിയ സന്തോഷം നിൽക്കുമ്പോൾ പപ്പി ചോദിച്ചു, അതെ, വിഷ്ണു അച്ഛനോട് ഞാൻ പിണക്ക. വിഷ്ണു അച്ഛൻ എന്നെ കാണാതെ പോയെന്ന് അറിഞ്ഞിട്ടും വിഷ്ണു അച്ഛൻ എന്താ എന്നെ അന്വേഷിച്ചിറങ്ങാതിരുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ അതിനൊരു സീക്രട്ട് ഉണ്ടടി എന്ന് പറഞ്ഞതും, സീക്രട്ടോ, എന്ത് സീക്രട്ട്? അതെ, പപ്പിമോള് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും, അതെങ്ങനെ എന്ന് പപ്പി ചോദിച്ചതും, അതെ, നിന്നെ കാണാനില്ല എന്ന് എന്നെ സ്കൂളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അക്കാര്യം നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പപ്പിമോളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ പപ്പിമോൾ ഇവിടെ എത്തുമെന്നും നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി എന്ന് വിഷ്ണു പറഞ്ഞത് കേട്ട്, അങ്ങനെ പറഞ്ഞു അച്ഛൻ എങ്ങനെയാ അറിഞ്ഞ ഞാൻ ക്ഷേത്രത്തിലുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, അതൊക്കെ ഒരു ഗുട്ടൻസാ, ഇങ്ങി വാ. അതെ, നിന്റെ അമ്മയുടെ അച്ഛൻ രോഗമെല്ലാം പെട്ടെന്ന് മാറുകയും ചെയ്യും എന്ന് പറഞ്ഞതും, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതല്ലേ ഞാൻ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു ചോദിച്ചു, അത് ശരി, അമ്പലത്തിൽ പണസിന് ഇരിക്കാൻ പോയത് അതുകൊണ്ടല്ലേ? എന്നാ എന്റെ പൊന്നുമോളെ പ്രാർത്ഥന ഈ ദേവി കേട്ടു കേട്ടോ. അതുകൊണ്ട് ഉടനെ തന്നെ അമ്മയുടെ രോഗം വേഗം ഭേദം മാറും, അതിനുള്ള മരുന്ന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും, എന്താ അമ്മയുടെ കുഞ്ഞേച്ചി വന്നോ എന്ന് ചോദിച്ചു. ആടി എന്ന് വിഷ്ണു പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ച് കുഞ്ഞ് വലിയ സന്തോഷത്തിലാവുന്നു. ഉടനെ വിഷ്ണു പറഞ്ഞു, അത് മാത്രമല്ല പപ്പിമോളുടെ അമ്മയുടെ കുഞ്ഞേച്ചി തന്നെയാണ് ചേച്ചിയമ്മ, വേറെ സീക്രട്ട് അതാ എന്ന് പറഞ്ഞതും, സത്യമാണോ എന്ന് പപ്പി അന്വേഷിച്ചു. അതേടി സത്യം എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിമോളുടെ കൈ വെച്ച് സത്യം ചെയ്തു. അപ്പൊ രണ്ടുപേരും ഒരാളാ എന്ന് പപ്പി അന്വേഷിച്ചതും, അതേടി എന്ന് വിഷ്ണു മറുപടി നൽകി. അപ്പോഴേക്കും എന്നിട്ട് ചേച്ചിയമ്മ എവിടെ എന്ന് ചോദിച്ചതും, അതെ, അതൊക്കെയുണ്ട്, മോളെ കാണാതായെന്നറിഞ്ഞപ്പോ ചേച്ചിയമ്മ മോളെ അന്വേഷിച്ച് ഇറങ്ങിയിരുന്നു. ചേച്ചിയമ്മ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പപ്പിമോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിയമ്മ ഇവിടെയുണ്ട് എന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചിയമ്മയെ പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് പപ്പി അകത്തേക്ക് ഓടി. എല്ലാവത്തുണ്ടാവും എന്ന് പറഞ്ഞ് പപ്പിയോട് ശാലിനിയെ കുറിച്ച് വിഷ്ണു പറഞ്ഞതിന് ശേഷം പപ്പി അത് കേട്ട് വേഗം സന്തോഷത്തോടെ ഓടുന്നത് കണ്ട് വിഷ്ണു ആലോചിച്ചു, എന്തായാലും പപ്പിമോള് ശാലിനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ സത്യങ്ങളും ശാലിനി തുറന്നു പറഞ്ഞേക്കും. സത്യമോളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശാലിനി തുറന്നു പറയും എന്ന വിശ്വാസത്തിൽ ശാലിനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമയുടെ കൈ പിടിച്ച് ശാലിനി സമാധാനപ്പെടുത്തിയതിനു ശേഷം ശ്യാമയ്ക്ക് ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ശാലിനി അന്വേഷിച്ചു. മോൾക്ക് ശ്യാമയ്ക്ക് മരുന്നുകളൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ശാലിനിയുടെ അന്വേഷണം. മരുന്ന് കൊടുത്തു തുടങ്ങിയോ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ പപ്പിമോളെ കുറിച്ച് പോലും ശരിക്കും ശ്യാമ ചിന്തിക്കുന്നില്ലല്ലോ. സത്യത്തിൽ സത്യയുടെ കാര്യം അത് ശാലിനി പറഞ്ഞിരുന്നെങ്കിൽ, സത്യമോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നില്ല. ഇനിയെങ്കിലും ആ രഹസ്യം ശാലിനിക്ക് തുറന്നു പറഞ്ഞൂടെ? മറ്റാരോടും പറയാൻ കഴിയില്ലെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാം. വിഷ്ണു ബ്രോ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനും ശ്യാമയും ഇപ്പോഴും ശാലിനിയെയും അവിശ്വസിക്കുന്നില്ല. ശാലിനിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഞാൻ സഹായിക്കാമെന്ന് രോഹിത് പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു, പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല രോഹിത് എന്ന് പറഞ്ഞങ്ങനെ ശ്യാമയെ സമാധാനപ്പെടുത്താനായി നോക്കുമ്പോൾ രോഹിത് പറഞ്ഞു, എന്തായാലും ശാലിനി വന്നതോടെ എൻ്റെ ശ്യാമയുടെ രോഗം വേഗം ഭേദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി രോഹിത്തിനോട് ചോദിച്ചു, അല്ല എന്ത് മരുന്നാ ഇപ്പോൾ ശ്യാമയ്ക്ക് കൊടുക്കുന്നത് എന്ന് രോഹിത്തിനോട് അന്വേഷിക്കുമ്പോൾ
രോഹിത് പറഞ്ഞു, ശ്യാമ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ. എന്തായാലും ശാലിനി തിരിച്ചു വന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഇല്ലാതാവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പപ്പിമോള് വാതിക്കലേക്ക് എത്തി. അപ്പോഴേക്കും പിന്തിരിഞ്ഞ് നിൽക്കുന്ന ശാലിനിയാണ് പപ്പിമോൾ കാണുന്നത്. ചേച്ചിയമ്മയാണ് നിൽക്കുന്നതെന്ന് കണ്ടതോടെ പപ്പിമോൾ വീണ്ടും ആലോചിച്ചു. അതെ, മോളുടെ അമ്മയുടെ കുഞ്ഞേച്ചിയാണ് പപ്പിമോളുടെ ചേച്ചിയമ്മ എന്ന് പറഞ്ഞത് കേട്ട് അത് ഓർത്തുകൊണ്ടിങ്ങനെ പപ്പിമോൾ അവിടെ നിന്ന് ചേച്ചിയമ്മയുടെ മുഖം കാണാനായിട്ട് അങ്ങനെ നോക്കുമ്പോൾ പപ്പി അവിടെ നിൽക്കുന്ന നേരത്ത് ശാലിനി വേഗം പിന്തിരിഞ്ഞ് രോഹിതിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പപ്പിമോള് ശാലിനിയെ കണ്ട് അതിശയത്തോടെ നോക്കി. ഉടനെ ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് പപ്പിമോള് ചോദിച്ചു, അച്ഛാ, ഈ ആൻറ്റിയാണോ ചേച്ചിയമ്മ, അമ്മയുടെ കുഞ്ഞേച്ചി ചേച്ചിയമ്മ ഈ ആൻറ്റിയാണോ എന്ന് ചോദിച്ചതും രോഹിത് അതെ എന്ന് പറഞ്ഞു. അതേ മോളെ എന്ന് പറഞ്ഞത് കേട്ട് ശാലിനിയെ നോക്കി പപ്പിമോള് അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാലിനി പപ്പിമോളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും വീണ്ടും പപ്പി ചോദിച്ചു, അച്ഛനത് നേരത്തെ അറിയാമായിരുന്നോ? ചേച്ചിയമ്മ തന്നെയാണോ എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചി എന്നിങ്ങനെ വീണ്ടും പപ്പി അന്വേഷിച്ചപ്പോൾ അതേ മോളെ എന്ന് രോഹിത് തലകുലുക്കി. ശാലിനിയെ നോക്കി പുഞ്ചിരിച്ചു നിന്ന പപ്പി വേഗം തന്നെ താഴേക്ക് ഇറങ്ങി ഓടി. ഇത് കണ്ടതും രോഹിത് ചോദിച്ചു, അല്ല പപ്പിമോള് എവിടേക്ക് പോവാ എന്ന് ആലോചിച്ചതും ശാലിനിയും ആകെ ടെൻഷനിലായി. രണ്ടുപേരും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ശ്യാമയുടെ അരികിൽ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് വേഗം പപ്പിമോൾ എങ്ങോട്ടാ ഓടിപ്പോയെന്ന് അറിയാനായി പപ്പിമോളെ പിന്തുടർന്നെത്തുന്ന നേരത്ത് അവിടെ ഹാളിലിരിക്കുന്ന ആ കുടുംബ ചിത്രത്തിൽ ശാലിനിയുടെ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് പപ്പിമോൾ വന്ന് കാണുന്നു. അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വേഗം ആ കസേരയ്ക്ക് മുകളിൽ കയറി ആ ഫോട്ടോയിൽ ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ പൊളിച്ചു മാറ്റി. അത് മാറ്റി നോക്കുമ്പോൾ അതിൽ കണ്ട ശാലിനിയുടെ രൂപം കണ്ട് പപ്പിമോൾ അതിശയപ്പെട്ടു. അപ്പോൾ അത് തന്നെയാണ് ചേച്ചിയമ്മ എന്നുള്ള കാര്യം പപ്പിമോൾ ഉറപ്പുവരുത്തണം. പപ്പിമോളുടെ ജീവിതത്തിലേക്ക് ശാലിനി കടന്നു വന്ന നിമിഷങ്ങൾ ഓരോന്നും പപ്പിമോൾ ചിന്തിച്ചു. ആദ്യമായി ക്ഷേത്രത്തിൽ വെച്ച് ശാലിനി പപ്പിമോളെ കണ്ടതും പിന്നീട് പിറന്നാളിന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചതും പല പ്രശ്നങ്ങളിൽ നിന്നും ശാലിനി തന്നെ രക്ഷിക്കാനായി എത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ പപ്പി സത്യം എന്താണെന്ന് മനസ്സിലാക്കിയതോടെ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. മോളെ പപ്പി എന്ന് വിളിച്ചിട്ടും അത് കേൾക്കാൻ നിൽക്കാതെ പപ്പി വേഗം നേരെ ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി. ശ്യാമി ഓടിയ സമയത്ത് ശാലിനി പറഞ്ഞു, മോളെ ശ്യാമേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എപ്പോഴും മോളുടെ അരികിൽ വന്നിരിക്കണമെന്ന് മോള് വാശി പിടിക്കരുത്. കാരണം എല്ലാവർക്കും മോള് വേഗം ആ പഴയ അവസ്ഥയിലേക്ക് വരണമെന്നതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ കൂടി മോള് തിരിച്ചറിയണം. എല്ലാത്തിനും ഞാൻ വേണമെന്ന് മോള് വാശി പിടിക്കരുത്. അതുകൊണ്ട് ആദ്യം നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കണം, അതുപോലെ മരുന്നും കഴിക്കണം. മോള് പറയുന്നത് കുഞ്ഞേച്ചി പറയുന്നത് മോള് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ശ്യാമയെ സമാധാനപ്പെടുത്തുകയും ഭക്ഷണം കഴിക്കാനായി ശ്യാമയോട് ആവശ്യപ്പെടുകയും ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയുടെ അരികിലേക്ക് പപ്പിമോള് ഓടിയെത്തി. റൂമിലേക്ക് വന്ന പപ്പി ശാലിനിയെ കണ്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചു. ശാലിനിയെ നോക്കി പുഞ്ചിരിയോടെ വന്നു നിൽക്കുന്ന പപ്പിയെ കണ്ട് അതിശയത്തോടെ ശാലിനി നോക്കിയിരുന്നു. ഉടനെ തന്നെ ശാലിനിയുടെ അരികിലേക്ക് പപ്പി ഓടിയെത്തി. അരികിലേക്ക് വന്ന പപ്പിയെ കണ്ട് എന്താ മോളെ എന്ന് ശാലിനി അന്വേഷിച്ചതും ശാലിനിയുടെ അരികിലെത്തി പപ്പി ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതോടെ അതിശയത്തോടെ ശാലിനി നോക്കുമ്പോൾ പപ്പിമോള് ഉടനെ പറഞ്ഞു, ഇവിടെ ഇരുന്നേ കുനിഞ്ഞേ എന്ന് പറഞ്ഞതും ശാലിനി അതിശയത്തോടെ എന്താ എന്ന് ചോദിച്ചു. കുനിഞ്ഞേ എന്ന് ശാലിനിയോട് വീണ്ടും പപ്പി പറഞ്ഞു. ശാലിനി വേഗം ആ ചെയറിലിരുന്നത് ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി പപ്പി കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു. ശാലിനിക്ക് ഉമ്മ കൊടുത്തതും ഉടനെ തന്നെ പപ്പി അതിശയപ്പെട്ട് ശാലിനിയെ നോക്കുന്നത് കണ്ട് എന്താ അപ്പം സത്യ എൻ്റെ സ്വന്തക്കാരിയല്ലേ, സത്യ എൻ്റെ സ്വന്തം അല്ലേ, എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചിയാ സത്യയുടെ അമ്മയെന്നുള്ള കാര്യം എന്താ പറയാതിരുന്നത്, എന്നോട് ഇതൊക്കെ പറയാതിരുന്നത് എന്നൊക്കെ സത്യയുടെ അമ്മ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത്, എൻ്റെ അമ്മയുടെ ചേച്ചിയാണെന്നുള്ള കാര്യവും എന്താ പറയാഞ്ഞത് എന്നൊക്കെ പപ്പി ചോദിച്ചു. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു സ്കൂളിൽ വെച്ച് ഞങ്ങൾ ബന്ധുക്കളായിരുന്നെങ്കിൽ ഒന്നിച്ചിരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ. ഇപ്പോൾ അത് സത്യമായല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പപ്പി പറഞ്ഞു. എന്തായാലും ഇക്കാര്യം എനിക്കിപ്പോൾ തന്നെ പറയണം. അല്ല എന്താ ഇത് നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത്, സത്യയുടെ അമ്മയായിട്ട് കൂടി ഞങ്ങൾ ചേച്ചിയമ്മയെ അന്വേഷിച്ച് എതിരെയെല്ലാം പോയി. അന്ന് അച്ഛനും ചേച്ചിയമ്മയും ഒന്നും ഞങ്ങളോട് ഇക്കാര്യം പറയാതിരുന്നത് എന്താ എന്നൊക്കെ പപ്പി ചോദിക്കുന്നു. പപ്പിയുടെ പരാതി കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ രോഹിത്തും ശാലിനിയെല്ലാം നിൽക്കുമ്പോൾ ഉടനെ
പപ്പി പറഞ്ഞു, അതെ അച്ഛാ, ഫോൺ തന്നെ, എനിക്കിപ്പോൾ തന്നെ സത്യയോട് ഇക്കാര്യം പറയണം. സത്യ ഇതെല്ലാം അറിയണം. ഉടനെ തന്നെ സത്യയോട് പറഞ്ഞ് അവൾക്ക് ഒത്തിരി സന്തോഷമാകും. അമ്മ സത്യയുടെ അമ്മ തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ച് നടന്ന ചേച്ചിയമ്മ എന്നുള്ള കാര്യം അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകും സത്യക്ക് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, മോളെ ഇപ്പൊ അക്കാര്യം സത്യയോട് പറയണ്ട, നമുക്ക് പിന്നെ ഇക്കാര്യം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ചേച്ചിയമ്മേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞ് പപ്പി വീണ്ടും ശാലിനിയുടെ കവിളത്ത് ഉമ്മ കൊടുക്കണം. ആ കാഴ്ച കണ്ട് ശ്യാമയും സന്തോഷം നിൽക്കുമ്പോൾ, അപ്പോൾ സത്യ എൻ്റെ സ്വന്തമാണല്ലോ എന്ന് പറഞ്ഞ് പപ്പി സന്തോഷിക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേരും സ്വന്തമാണ്, നിങ്ങൾ രണ്ടുപേരും സഹോദരിമാരാണ് എന്ന് പറഞ്ഞ് ശാലിനി പപ്പിയെ ചേർത്ത് പിടിച്ച് സമാധാനപ്പെടുത്തുമ്പോൾ, ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഈ സന്തോഷ വാർത്ത സത്യയോട് പറയട്ടെ, എനിക്ക് ഒത്തിരി സന്തോഷമാവും, അവൾക്കും സന്തോഷമാവും എന്നെല്ലാം പറഞ്ഞ് പപ്പി ഫോൺ ചെയ്യാനായി നിർബന്ധം പിടിക്കുന്നു. പിന്നീട് കാണുന്നത് ശാലിനിയെ കാണുവാനായി സത്യാമ്മയുടെ വീട്ടിലേക്ക് അനുപല്ലവി എത്തുന്നു. ആകെ ടെൻഷനോടെ അനുപല്ലി അവിടേക്ക് വരുമ്പോൾ ശാലിനി എന്താ കാര്യമെന്ന് അന്വേഷിക്കുന്നത്. ശാലിനിയുടെ അരികിലെത്തി അനുപല്ലവി പറഞ്ഞു, മേഡം, ഒരു പ്രശ്നമുണ്ടായി. ചൈന കോളനിയിലെ കുറെ കുട്ടികൾ വിഷബാധ ബാധിച്ച് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടലോടെ നോക്കുന്നു. എന്താ കാര്യം എന്നറിയാതെ ആകെ ആശങ്കയിലാകുന്നു ശാലിനി.